പരുഷവചനം കേട്ട് ഇവളാകെ തളർന്നിരിക്കുകയാണ്. ഇനിയും അവളെ പീഡിപ്പിക്കരുതേ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ കൂടുതൽ ദുരിതം ഇനി അവൾക്ക് നൽകല്ലേ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ എന്ന്. വീരന്മാരായ ആളുകൾക്ക് ദുഷ്കീർത്തി ചേരുന്നതല്ല. ഈ വീരത്വം എന്നുള്ളത് അക്കാലത്ത് മാത്രമല്ല ഇക്കാലത്തും പുരുഷനെ സംബന്ധിച്ച് വലിയൊരു ബാധ്യത തന്നെയാണ്. അത് തെളിയിക്കുക. ആണായ ഞാൻ, ആണായ എന്നോടിങ്ങനെ, ആണായ എന്നെ എന്നുള്ള ഈ ഒരു ചിന്ത. അപ്പോൾ അത് വെച്ചിട്ട് മണ്ഡോദരി ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്, പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീരത്വത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും കൂടി തന്നെയാണ് ഇക്കണ്ട ത്യാഗമെല്ലാം സഹിച്ച് ഞാൻ സീതയെ വീണ്ടെടുത്തതെന്ന് പിൽക്കാലത്ത് രാമനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എന്റെ വീരത്വം തെളിയിക്കേണ്ടത് എന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന, എന്നോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരുവളെ മോഷ്ടിച്ചു പോയവനിൽ നിന്നും നിന്നെ തിരിച്ചെടുക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു എന്ന് പറയുന്നൊരു സന്ദർഭം നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല, മണ്ഡോദരി പറയുന്നുണ്ട്, പിന്നെ അപ്സര സ്ത്രീകളുടെ ഇടയിൽ നിന്നും, പിന്നെ ദേവസ്ത്രീകളുടെ ഇടയിൽ നിന്നും, നാഗകന്യകളുടെ ഇടയിൽ നിന്നും, ഗന്ധർവ സ്ത്രീകളുടെ ഇടയിൽ നിന്നും ഒക്കെ ഒരുപാട് സുന്ദരീവർഗം നിനക്ക് വശഗതമായിട്ടുണ്ടല്ലോ. പിന്നെ എന്തിന് ഇവളുടെ പുറകെ ഇത്രയധികം കേണും താണും പ്രലോഭിപ്പിച്ചും പോകുന്നു എന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്നുള്ള, അപ്പൊ ഇത് ഇവിടെ എന്ന് പറയുന്നത് രാക്ഷസ ഗോത്രത്തിന്റെ നീതി, മനുഷ്യ കുലത്തിന്റെ നീതി ഒന്ന്, രാക്ഷസ ഗോത്രത്തിന്റെ ഒന്ന്, കാട്ട് വർഗത്തിന്റെ നീതി ഒന്ന്. നീതി സമവാക്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മോഹിച്ചതിനെ നേടുക എന്നുള്ള രാക്ഷസ നീതിയാണ് അവിടെ രാവണൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുഭാര്യാത്വം ആ കുലത്തിൽ നിഷിദ്ധമേ ആയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു ഭാര്യ ഇത്ര മനസംയമനത്തോടെ പറയുന്നത്, ഇവരെല്ലാം നിനക്ക് വശഗതരാണല്ലോ, എന്തിനു പിന്നെ എന്ന് ചോദിക്കുന്നത്. രാജഭോഗങ്ങളെല്ലാം ഒരു തടസ്സവുമില്ലാതെ അനുഭവിക്കാനും യോഗമുള്ളവനാണ് രാവണൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കാണ്, ഒരു വാക്യമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത് എന്ന് പറയുന്നത്. നമുക്ക് മണ്ഡോദരി നമ്മുടെ പഞ്ചകന്യകളിൽ ഒരാളാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പഞ്ചകന്യ സ്മരേ നിത്യം, നമ്മുടെ സർവ പാപങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ പഞ്ചകന്യകളെ എല്ലാ ദിവസവും സ്മരിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പഞ്ചകന്യ, ഒന്ന് അഹല്യ, ഒന്ന് ദ്രൗപദി, മറ്റൊന്ന് സീതയാണോ കുന്തിയാണോ എന്ന് തർക്കമുണ്ട്, ആരായാലും അവര്. പിന്നെ താരയും മണ്ഡോദരിയും. ഇതില് ഈ പറഞ്ഞ അഹല്യയും താരയും മണ്ഡോദരിയും സീതയും എല്ലാം രാമായണത്തിലാണ് നമ്മൾക്ക് പരിചിതം. ഇവരെല്ലാവരും, ഈ സ്ത്രീകളുടെ ഇവരാരും കന്യകമാരല്ല, ഇവരെല്ലാവരും വിവാഹിതകളും കുഞ്ഞുങ്ങളുള്ളവരും ഒക്കെയാണ്. അവര് എങ്ങനെയാണ് ആരാധ്യരായി മാറിയത്? ഇവർക്കുള്ള പൊതുവായിട്ടുള്ള ഗുണം എന്താണ്, ഘടകം എന്താണ്? ജീവിതത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള സ്ത്രീകളാണ് അവർ. ഒരുപാട് ദുഃഖം സഹിക്കേണ്ടി വന്നവര്, ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നവര്, ഒരുപാടിടത്തു നിന്നും ദുർഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്നവര്, സ്വന്തം ഇച്ഛയ്ക്കല്ലാതെ ഉള്ള ജീവിതത്തിന് വശംവദരാകേണ്ടി വന്നവരാണ് ഈ പഞ്ചകന്യകൾ മുഴുവൻ പേരും. അപ്പോ ദുഃഖിതരെ ആരാധിക്കുന്ന സ്വഭാവമൊന്നും നമ്മുടെ ഒരു സംസ്കാരത്തില്ല. നമ്മളെപ്പോഴും വീരന്മാരെയും വിജയികളെയും മാത്രം ആരാധിച്ച് ശീലിച്ചവരാണ്. പക്ഷേ ആ ശീലത്തെയാണ് തിരുത്താൻ പറയുന്നത്. നിങ്ങൾ ഇവരെ മാനിക്കൂ, ഇവരുടെ ജീവിതം കാണൂ, ഇവരെങ്ങനെ അതിജീവിച്ചെന്ന് കാണൂ, ഇവര് നേരിട്ട അനീതികളെ എങ്ങനെയാണ് തിരുത്താൻ ശ്രമിച്ചതെന്ന് കാണൂ, എങ്ങനെയാണ് ജീവിതത്തിന് മേൽ അവര് വിജയിക്കാൻ ശ്രമിച്ചതെന്ന് കാണൂ എന്ന് ഈ ഒരു പഞ്ചകന്യ എന്നുള്ള സങ്കല്പം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു സുന്ദരകാണ്ഡത്തിലെ അതിമനോഹരമായ സന്ദർഭം എന്ന് പറയുന്നത് ഹനുമാൻ സീത സംവാദമാണ്. അപ്പോൾ ഹനുമാൻ കണ്ടു, ദൂരെ നിന്ന് കാണുന്നുണ്ട് സീതയെ, മറഞ്ഞിരുന്ന് കാണുന്നുണ്ട് സീതാ സവിധത്തിലേക്ക് രാവണൻ കടന്നു വരുന്നതും ദുർഭാഷണങ്ങളും പ്രലോഭനങ്ങളും അതിനോട് സീത
മനുഷ്യനായി അയക്കുന്നുണ്ട്. അങ്ങനെ അയച്ചവരിൽ ഒരുവനാണ് ഞാൻ എന്ന്. ആ ഞാൻ ഈ ജലനിധി ഒരു ശതകയോജന കുതിച്ച് ചാടിക്കടന്നാണ് ഇവിടെ എത്തിയതും. അത്ര നിസ്സാരനല്ല ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കൃതകൃത്യനായി തീർന്നു ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ അനുചരരിൽ അഗ്രേസരനാണ് ഞാനെന്നും പറഞ്ഞ് പിന്നെ ഇരുന്നാൽ അരക്ഷണം എന്ന് പറയാണ്. പിന്നെ മിണ്ടണില്ല. ആ മൗനം, ആ ഇളകാതിരിക്കൽ അതാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? സീതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ലാതിരുന്ന സീത, എന്നെ തെരഞ്ഞ് ആരും വരാനില്ല, എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനി ഒരു രക്ഷയുമില്ല എന്ന് അത്രമേൽ ഭയചകിതയായിട്ട് കഴിഞ്ഞിരുന്ന സീതയുടെ മുന്നിലേക്കാണ് ഈ കഥകൾ മുഴുവനും ഒരു അശരീരി വാക്യത്തിലൂടെ കേൾക്കുന്നത്. ശരീരം കാണുന്നില്ല, അപ്പോഴും കാണുന്നില്ല. അപ്പോ ഞാൻ ആര് എന്ന്, ഞാൻ എന്തിനു വന്നു എന്ന്, എങ്ങനെ വന്നു എന്ന്, എന്തിനായി വന്നു എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഹനുമാൻ. സീതയ്ക്ക് ചിന്തിക്കാനുള്ള സമയമാണ്. സീതയുടെ ഉള്ളില് കൗതുകം ജനിപ്പിക്കാനുള്ള സമയമാണ് ആ അരക്ഷണമുള്ള അനങ്ങാതിരിപ്പ്. സീത ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: കാറ്റെന്നോട് അതിഗൂഢമായിട്ട് അതികൃപയോടുകൂടി എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് കാറ്റെന്നോട് കൃപയോടുകൂടി പറഞ്ഞ കഥയാണോ ഇത്? സീത ചിന്തിക്കുന്നതാണിത്. ഇനി പാപിയായ എൻ്റെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണോ? ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് ദുഃഖത്തിലേക്ക് കൂപ്പുകുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ചില വിഭ്രാന്തികളുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നണതാണോ ഇത്? എൻ്റെ മാനസിക വിഭ്രാന്തിയാണോ? മാത്രമല്ല, ഞാൻ കാണുന്ന സ്വപ്നമാണോ ഇത്? സ്വപ്നമാണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ അടുത്ത ചിന്ത വരുന്നുണ്ട്. രാത്രി ഒരു പൊഴുതുപോലും ഉറങ്ങാതെ കണ്ണടയ്ക്കാതെ ഇരുന്ന ഞാൻ, ഉറങ്ങാത്ത ഞാൻ എങ്ങനെ സ്വപ്നം കാണാനാണ് എന്ന് ചിന്തിക്കുകയാണ്. പല പല ചിന്തകളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നേ വരുന്നത്. അവസാനം പറയാണ്, ഇനി രാക്ഷസ രാജാവായ ആ രാവണൻ മായാരൂപിയാണ്. ഒരു കുരങ്ങന്റെ വേഷത്തില് എൻ്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ പറ്റിക്കുകയാണോ? ആരെ വിശ്വസിക്കണം? എന്ത് വിശ്വസിക്കണം? എവിടെ വേണം ഞാൻ ഒന്ന് ബലമായിട്ട് പിടിക്കാൻ, ഊന്നാൻ? ഇതറിയാത്ത നിരാലംബയായിട്ടുള്ള സീതാദേവിയാണ് നമ്മളവിടെ കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് സീതയെ വിശ്വസിപ്പിക്കുക, സീതയിൽ കൗതുകമുണർത്തുക, ഇതുവരെയുള്ള കഥ അറിയിക്കുക എന്നുള്ള ദൗത്യം കഴിഞ്ഞു. ഇനി സീതയിൽ വിശ്വാസമുണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ദാസനാണ്. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഞാൻ ശ്രീരാമദാസനാണ്. ജഗൽപ്രാണ നന്ദനാണ്, വായുപുത്രനാണ്. ഞാൻ മനസാ വാച കർമ്മണ കപടത എന്തെന്ന് അറിയുന്നില്ല മാതാവേ. ആ ഒരു സംബോധന, മാതാവേ എന്നുള്ള സംബോധന മനസ്സിൽ വെച്ചോളൂ. ബാക്കി ഞാൻ പിന്നീട് പറയാം. അപ്പോ അതുവരെയും ശ്രീരാമദാസനായിരുന്ന, ഇവിടെ സീതയെ തെരഞ്ഞു വന്നുകൊണ്ടിരുന്ന നിമിഷം വരെയും ശ്രീരാമദാസനായിരുന്ന ഹനുമാൻ ഈ ഒരൊറ്റ കാഴ്ച കൊണ്ട്, സീതയുടെ ഈ ഒരു ഇരിപ്പ് കൊണ്ട്, സീതയുടെ ആത്മഗതങ്ങൾ കൊണ്ട്, വിഭ്രാന്തി കൊണ്ട്, സീതയ്ക്ക് രാമനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ഈ അവസരങ്ങളെ സീത എങ്ങനെ നേരിട്ടു എന്നുള്ള ദൃക്സാക്ഷിത്യം കൊണ്ട് ശ്രീരാമദാസൻ ആ നിമിഷം സീതയുടെ മാനസപുത്രനായി മാറുകയാണ്. അമ്മേ എന്നല്ലാതെ അവിടെ വിളിക്കുന്നേയില്ല. അതേസമയം ശ്രീരാമനെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ദാസനാണ്, അദ്ദേഹം എൻ്റെ സ്വാമിയാണ് എന്നാണ് പറയുന്നത്. അതിഭക്തിയാണ് അവിടെ കാണുന്നത്. ഇവിടെ സ്വാമിനിയോടുള്ള ഭക്തിയേ അല്ല കാണുന്നത്, അമ്മയോടുള്ള ആ ഇഴയടുപ്പം നമുക്ക് ഓരോ ചലനത്തിലും ഓരോ വാക്കിലും നമുക്കിനി അങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. ഈ
അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് സത്യം പറയുക, സ്ഫുടമായി പറയുക, മൃദുവായി പറയുക, കാര്യമാത്ര പ്രസക്തമായിട്ട് ഔചിത്യത്തോടെ പറയുക. ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്ന ആളുകൾ ഈ ഭൂമിയിൽ കുറയും. ആരാണ് ഹനുമാൻ എന്നുള്ളത് വാക്കിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഹനുമാനെ കണ്ടില്ല, മിണ്ടിയില്ല, ഇടപെട്ടില്ല, ഒന്നുമില്ല. വാക്കിലൂടെ ഒരു മനുഷ്യന്റെ നേരാണ് മനസ്സിലാക്കുന്നത് സീത എന്ന് പറയുന്നത്. വാക്കിനോളം തൂക്കമില്ലേ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് ഇങ്ങേ അറ്റത്ത് നിന്ന് ഒരു കവി നമ്മളോട് പറയുന്നുണ്ട്. ആ തൂക്കമാണ് അവിടെ സീത തെളിച്ചു പറയുന്നത് ഹനുമാനെ എന്നുള്ളത്. പണ്ഡിതനായ വാഗ്മിയായ ഹനുമാനെ നമുക്ക് കാണാൻ പറ്റും. വാചാലതയും വാഗ്മിത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. വളവളവളാ പറയല്ല ചെയ്തത്, വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട ആളോട് വേണ്ട മട്ടിൽ പറയുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. മാത്രമല്ല ഇത് വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ട് നാമാക്ഷരാങ്കിതമായിട്ടുള്ള അങ്കുലീയം തെളിവായിട്ട് നൽകുന്നുമുണ്ട്. അപ്പോൾ സീത പറയുന്നുണ്ട്, സീത തിരിച്ചറിയുന്നുണ്ട് ആരാണ് വന്നത്, വന്നയാളുടെ നേരെന്താണ്, അവരും എൻ്റെ സ്വാമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദാർഢ്യം എന്താണ് എന്ന് കൃത്യം അറിയുന്നുണ്ട്. മഹാമതിമൻ ഭവാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്ലവക കുലപരിവൃഢ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നീ അതിബുദ്ധിമാനാണെന്ന് പറയുന്നുണ്ട്. ഭവാൻ പ്രാണദാതാ മമ, നീ എൻ്റെ പ്രാണൻ തിരിച്ചു നൽകിയവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹനുമാൻ മാത്രമല്ല വാഗ്മി, ഹനുമാൻ ഇടപെട്ട സീതയും ഇങ്ങനെ ഒതുക്കിയാണ് പറയുന്നത്. ഓരോ വിശേഷണത്തിലും ഹനുമാന്റെ ഉള്ളറിഞ്ഞ വ്യക്തിത്വം അറിഞ്ഞ സീതയെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രാണദാതാവാണ് നീ, പ്രീതികാരി ദൃഢം, നീ സ്നേഹമുള്ളവനാണ്, നന്മയുള്ളവനാണ്, എനിക്ക് ഹിതം ആഗ്രഹിക്കുന്നവനാണ്, നീ രാഘവനിൽ അതീവ ഭക്തിയുള്ളവനാണെന്നും ഞാൻ അറിയുന്നു, വിശ്വാസ്യനാണെന്ന് ഞാൻ അറിയുന്നു, ദയാപരനാണെന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെ പല ഗുണങ്ങളും ഒന്നു ചേർന്ന ഒരാളെ മാത്രമേ എൻ്റെ അടുത്തേക്ക് എൻ്റെ ഭർത്താവ് അയക്കുകയുള്ളെന്നും ഞാൻ തിരിച്ചറിയുന്നു. എങ്ങനെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് അതിന് ഇഴയടുപ്പമുണ്ടാകുന്നത്? കാലമല്ല ബന്ധത്തിൻ്റെ ആഴം നിശ്ചയിക്കുന്നത്. ജീവിതത്തിൻ്റെ ചില സാരവത്തായ ചില സന്ദർഭങ്ങളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ കാണുന്നത്. ഈ സംഭാഷണത്തിൻ്റെ അവസാനം ഹനുമാൻ പറയുന്നത്, മൈഥിലി കിം വിഷാദം വൃഥാ മാനസേ, എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ലേ, നമ്മളോട് അങ്ങനെ പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ എത്ര കനപ്പെട്ട ഒരു സന്ദർഭമാണ്. എന്തിനാ സങ്കടം, ഒക്കെ മാറൂട്ടോ എന്ന് പറയുന്നൊരു വാക്കിൽ പിടിച്ച് എത്ര സന്ദർഭങ്ങളെ നമ്മൾ ജീവിതത്തിൽ തരണം ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കുക. പ്രത്യേകിച്ചും ഇതുപോലൊരു സന്ദർഭത്തിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതിനപ്പുറം ജീവിതത്തിലൊരു അത്താണി വേറെ എന്താണുള്ളത് എന്നുള്ളത്. അപ്പോൾ പിന്നീടാണ് പറയുന്നത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം, എനിക്കിവിടെ നിന്നൊരു അടയാളവാക്യം തരണം എന്ന് പറയുന്നു. ചൂടാരത്നം കൊടുക്കുന്നു, അടയാളവാക്യം പറയുന്നു. അടയാളവാക്യത്തിലാണ് ഈ കണ്ട തർക്കങ്ങൾ മുഴുവൻ നമ്മളത്. പലലം ഉണക്കുന്ന നേരത്ത്, മാംസം ചിക്കി ഉണക്കുന്ന നേരത്ത്, അത് കാത്തിരുന്ന നേരത്ത് എന്ന് പറയും. എന്തിനാണ് ഇവര് മാംസം ഉണക്കുന്നത്? കാട്ടിൽ ഭക്ഷിക്കാം. പിന്നെ എന്താണ്, കാട്ടിലല്ല കൊട്ടാരത്തിലും ക്ഷത്രിയർ ഇതല്ലാതെ പിന്നെ എന്താണ് ഭക്ഷിച്ചിട്ടുണ്ടാവുക? പിന്നീട് വന്ന നമ്മുടെ വരേണ്യവാദവും ഭക്ഷണത്തിൻ്റെ ബ്രാഹ്മണവൽക്കരണവും ഒക്കെ വന്നപ്പോഴാണ് മാംസഭുക്കുകളൊക്കെ ഈ ചീച്ചിയായതും സസ്യഭുക്കുകളൊക്കെ മിടുക്കരായി മാറിയതും. അപ്പൊ അത് കൃത്യമായും തെളിവുകൾ നമ്മൾക്ക് മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. ജയന്തന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിന് അവസാനം പറയുന്നുണ്ട്, ഈ കഥയൊക്കെ ഇങ്ങനെ അടയാളവാക്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെ എന്നെ പരിപാലിച്ച അദ്ദേഹം എന്നെ ഇപ്പോ മറന്നുപോയല്ലോ. ഇക്കാലം അത്രയും ജയന്തനെ വരെ ഒറ്റക്കണ്ണനാക്കി വിട്ട അത്ര സ്നേഹം ഉണ്ടായിരുന്ന ആൾക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇക്കാലം അത്രയും കാത്തുപോന്നവൻ ഇന്നെന്നെ കൈവിട്ടു
എന്ന് പറയുന്നുണ്ട്. അത് പരിഭവം പറച്ചിലാണ്. എത്ര കാലമായി ഞാനിവിടെ എണ്ണി എണ്ണി ജപിച്ചിരിക്കണു, ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം പറച്ചിൽ. ഞാൻ അദ്ദേഹത്തോട് ഒരു പിഴയും ചെയ്തില്ല, ഒരു പൊഴുതും ഒരു പിഴയും അവനോട് ഞാൻ ചെയ്തില്ല എന്ന് പറയുകയാണ്. പിന്നെ എനിക്കിങ്ങനെയൊരു ഗതി വന്നു പോയത് എൻ്റെ പാപഫലമായിരിക്കാം. അങ്ങനെയല്ലേ നമ്മൾ പാപത്തിൽ, വിധിയിൽ ഒക്കെ വിശ്വസിക്കുന്നത്. സീത ചെയ്ത പാപം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സീത രാമനോട് ഒരു പാപവും ചെയ്തിട്ടില്ല. സീത സ്വന്തം കുലത്തിനോട്, ഭർതൃഗ്രഹത്തിനോട് ഒന്നും ഒരു പാപവും ചെയ്തിട്ടില്ല. സീത ചെയ്ത ഒരു പാപം ലക്ഷ്മണനോടാണ്. സന്ദർഭം അറിയുമോ? സന്ദർഭം നമ്മുടെ മാരീചന്റെ കള്ളക്കരച്ചിൽ കേട്ട് ശ്രീരാമൻ സ്വർണ്ണമാലിനെ പിടിക്കാൻ പോകുന്നു, രക്ഷിക്കണം എന്നുള്ള കള്ളക്കരച്ചിൽ കേൾക്കുന്നു. ലക്ഷ്മണൻ പറയുന്നു, ജ്യേഷ്ഠത്തെ പേടിക്കണ്ട, എൻ്റെ ജ്യേഷ്ഠനെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല, പേടിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെയല്ല, അദ്ദേഹത്തിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, നീ പോയേ പറ്റൂ എന്ന് പറയുന്നു. സീത വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു, ഞാൻ പോവില്ല, എന്നോട് ജ്യേഷ്ഠത്തിയെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സംരക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ലക്ഷ്മണൻ വാശി പിടിക്കുന്നു. ആ നിമിഷത്തിൽ സീത പറയുന്നൊരു വാക്യം, നീ എന്നിൽ കൊതിയുള്ളത് കാരണമാണ് അദ്ദേഹം മരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത്. ഒരു കാലത്ത് ഞാൻ നിന്റെ ഭാര്യയായിട്ടിരിക്കുമെന്ന് നീ വ്യാമോഹിക്കണ്ട. എങ്ങനെ കാത്ത ലക്ഷ്മണനോടാണ് ഈ പറഞ്ഞതെന്നുകൂടി നമ്മൾ ഓർക്കണം. ഊണുറക്കം ഉപേക്ഷിച്ച് പിന്നെ സീതാന്വേഷണ സമയത്ത് മറ്റ് മുടിയിലണിഞ്ഞ, കാതിലണിഞ്ഞ, കഴുത്തിലണിഞ്ഞ, അരയിലണിഞ്ഞ, കൈകളിലണിഞ്ഞ ഒരു ആഭരണവും തിരിച്ചറിയാതിരുന്ന സന്ദർഭത്തിൽ ഓരോന്നും വഴിനീളെ വാരി വിതറിയിട്ടാണ് കൊണ്ടുപോകുന്നത്. പുഷ്പവിമാനത്തിൽ നിന്നും എറിഞ്ഞു കൊടുക്കുകയാണ് കൊണ്ടുപോയ വഴി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ രാമനാകെ കരഞ്ഞു വിളിച്ച് അവശനായിരിക്കുന്നു. ലക്ഷ്മണൻ ഓടി ഇത് നോക്കൂ, ദേവിയുടെ ആണോ, നോക്കൂ എന്ന് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. അവസാനം പാദസരം കണ്ടപ്പോ പറയുന്നു, എനിക്കറിയാം ഇത് എൻ്റെ ജ്യേഷ്ഠത്തിയുടേതാണ് എന്ന് നമസ്കരിക്കാൻ നേരത്ത് ഞാനിത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ലക്ഷ്മണൻ. അങ്ങനെ പറഞ്ഞ ലക്ഷ്മണൻ എന്തുകൊണ്ട് മറ്റ് ആഭരണങ്ങൾ കണ്ടില്ല? ആഭരണങ്ങളോ അണിഞ്ഞ ശരീരഭാഗങ്ങളോ ഇതുവരെയും ആ പാവത്തിന്റെ ദൃഷ്ടിയിൽ പോലും പതിഞ്ഞിട്ടില്ല. ആ ആളോടാണ് സീത ഈ അനൃതം പറയുന്നത്. ഇത് കേട്ടതോടുകൂടിയാണ് ലക്ഷ്മണന് പിന്നെ നിക്കപ്പുറതി ഇല്ലാതെ വന്നത്. അദ്ദേഹം രാമനെ അന്വേഷിച്ച് പോകുന്നത്. ആ സന്ദർഭത്തിലാണ് രാവണൻ കടന്നു വരുന്നതും ഭിക്ഷ ചോദിക്കുന്നതും കടന്നു പിടിച്ച് കൊണ്ടുപോകുന്നതും. ആ പറഞ്ഞ വാക്ക്, അന്ന് ലക്ഷ്മണനോട് ആ മിണ്ടിയ മിണ്ടൽ സീത പിന്നെ എപ്പോഴാണ് ലക്ഷ്മണനോട് സംസാരിക്കുന്നതെന്നറിയാമോ? ലക്ഷ്മണ ചിതയൊരുക്കൂ, രാവണ യുദ്ധം കഴിഞ്ഞ് ഈ സീതയുടെ ശുദ്ധി തെളിയിക്കേണ്ട ബാധ്യത വന്നു ചേർന്ന സമയത്ത് ആണ് അങ്ങനെ ഒരു വാക്യം പിന്നീട് ലക്ഷ്മണൻ നേരെ പറയുന്നത്. അപ്പൊ അതുവരെയും ജീവിതത്തിൽ ത്രികരണ ശുദ്ധിയും പാലിച്ചിരുന്ന സീത, ത്രികരണ ശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ഇത് മുഴുവൻ പാലിച്ചിരുന്ന സീത ഒരു സന്ദർഭത്തിലൊന്ന് ഇടറിപ്പോയി. അത് ഭർത്താവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. പക്ഷേ ഞാൻ ചത്തുകളയുമെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ലക്ഷ്മണൻ പോകുമായിരുന്നു. എന്തുകൊണ്ട് സീത എന്നിട്ടും നിനക്ക് എന്നിൽ കൊതിയുള്ളത് കാരണം എന്ന് പറഞ്ഞു. അത് സീതയുടെ സൗന്ദര്യമതമാണ് എന്ന് പറയുന്നു. ആ സൗന്ദര്യമതം, ആ അഹങ്കാരം, അത് ഏത് മനുഷ്യജീവിയിലും എന്തെങ്കിലുമൊക്കെ ചില ദോഷങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവും. അതുപോലും ഉണ്ടാവരുത്. അതുപോലും നമ്മളുടെ ജീവിതത്തെ പാടെ തകർത്ത് കളയുന്ന രീതിയിൽ മാറിപ്പോകുമെന്നുള്ള ഒരു ദൃഷ്ടാന്തമാണിത്. അപ്പോൾ അങ്ങനെയുള്ള സീതയാണ് ഈ ഒരു ദുഃഖകാലത്ത് ഇത് മുഴുവനും റിവൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എത്തിച്ചേരാനുള്ള സന്ദർഭം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, ഞാൻ അദ്ദേഹത്തോട് അറിഞ്ഞുകൊണ്ടൊരു പാപവും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല, എൻ്റെ പാപമാണ്.
എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് സീത പറയുന്നുണ്ട്. അതിന് ഹനുമാൻ പറയുന്ന മറുപടിയാണ്, അവിടുന്ന് ഇവിടെ മരുവുന്നത് ഭർത്താവ് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് തേടി വരാത്തത് എന്ന് പറയുന്നുണ്ട്. ഇനി തേടി വരൂല്ലേ? അപ്പൊ എങ്ങനെ വരും? നീ സമുദ്രം ചാടിക്കടന്നു വന്നു, അവരിനി എങ്ങനെ വരും എന്നാണ് അടുത്ത സംശയം. മുഴുവൻ സംശയങ്ങളാണല്ലോ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണ്ടേ? അപ്പോ എൻ്റെ ചുമലിലെടുത്ത് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അപ്പോ മാത്രമല്ല, അത് നിങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ, അവർ രണ്ടുപേരും, പിന്നെ നീ ഒരിത്തിരി കുഞ്ഞൻ നീ. എന്നിട്ട് അപ്പോഴാണ് ഈ ഗരിമ പ്രദർശിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ, ഇത് ഇങ്ങനെ ഒരാളല്ല, ഞങ്ങൾ 20 വള്ളം പട വരും, ഇങ്ങനെ എന്നെ പോലുള്ള അത്രയേറെ ആളുകൾ വരും എന്നാണ്. ഇതിലേറെ ആത്മവിശ്വാസം ആർക്ക് കൊടുക്കാൻ പറ്റും? എങ്ങനെ കൊടുക്കാൻ പറ്റും? തെളിവുകളോടെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. സീത പറയുന്നുണ്ട്, സീത പറയുന്നുണ്ട്, രഘുവരനെ കാൺക നന്ദന. മാതാവേ എന്നാണ് ഇങ്ങോട്ട് വിളിച്ചത്, അങ്ങോട്ട് വിളിക്കുന്നതും നന്ദന, മോനെ, പുത്ര എന്ന് തന്നെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വഴിയിൽ ഒരു പിഴയും ഉപരോധവും എന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. ഒരു തടസ്സവും കൂടാതെ വായുസുത. പ്രയോഗങ്ങളാണ്, എത്ര എത്ര പര്യായങ്ങളുണ്ട് ഹനുമാന് പറയാനല്ലേ. എന്തിനാണ് വായുസുത എന്ന് പറയുന്നത്? അങ്ങനെ വേണം പോവാൻ. കാറ്റെങ്ങനെയോ പോകുന്നത് അത്ര അദൃശ്യതയോടുകൂടി നീ പോകൂ, പോയിട്ട് തിരിച്ചു വരൂ എന്നാണ് പറയുന്നത്. എന്നിട്ടോ ഹനുമാൻ സീതയെ നമസ്കരിക്കുന്നത് വിനയ, ഭയ, കുതുക, ഭക്തി, പ്രമോദം, ഇതിൻ്റെ എല്ലാം ചേർച്ചയോടെ, അത്ര നിറഞ്ഞ മനസ്സോടെ ആണ് സീതാദേവിയെ അദ്ദേഹം നമസ്കരിക്കുന്നത്. എന്നിട്ട് അവിടെയും പറയുന്നുണ്ട് ആ ഒരു വാക്ക്, പ്രിയ വചന സഹിതൻ എന്നുള്ളത്. അത്ര പ്രിയത്തോടെ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ സമാശ്വസിക്കാൻ വേണ്ടിയിരുന്നത്, അത് പറഞ്ഞവനാണ്. ആ പറഞ്ഞവനാണ് നമസ്കരിക്കുന്നത്. വിട തരിക ജനനി, ജനനി എന്നുള്ള വാക്ക്. ഭവതു ശുഭമയി തനയ. എങ്ങനെയാണ് ബന്ധം ദൃഢമാവുന്നത്? എന്നിട്ട് ഒരു അനുഗ്രഹവും കൂടി പറയുന്നുണ്ട്. ഒരു സുഖമൊടിക ജഗതി സുചിരം ജീവ ജീവനീ ആണല്ലോ ഹനുമാൻ. ചിരഞ്ജീവികളിൽ ഒരാളാണ്. ചിരഞ്ജീവിയാവുക. സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിര ശക്തിയും. ശരിക്കും ഭക്തന് വേണ്ടിയുള്ള ഭഗവതിയുടെ ഒരു പ്രാർത്ഥനയാണത്. അത് നമ്മുടെ മറ്റ് രാമായണ സന്ദർഭങ്ങളിലൊന്നും മറ്റ് കൃതികളിലൊന്നും നമുക്ക് ഇത്ര ഉദാത്തമായൊരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങോട്ടുള്ള പ്രാർത്ഥനകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. തിരിച്ചൊരു പ്രാർത്ഥന ഇവിടെ മാത്രമേ നമുക്ക് കാണാനും പറ്റുന്നുള്ളൂ. പിന്നീടുള്ളത് പ്രക്ഷിപ്തമാണെന്നാണ് പറയുന്നത്, ലങ്കാദഹനമൊക്കെ. അപ്പോ ഉത്തമനായ ദൂതൻ ചെയ്യേണ്ട സർവ്വപണിയും എടുത്തു കഴിഞ്ഞു. പക്ഷേ അതിലും ഉത്തമനായ ദൂതൻ എന്ത് ചെയ്യണം? പറയാത്ത ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു വരണം. അതാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത്. അവിടെ ആവതായ സർവനാശങ്ങളും ചെയ്തു കഴിഞ്ഞു. ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞു. അവിടെയുള്ള വൃക്ഷങ്ങളും കെട്ടിടങ്ങളും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും രാവണന്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത ദുഃഖം, ഭീതി, മാനാഭിമാന ചിന്ത, ഖേദം, നാണം, ഇതൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുവരെയും എന്നെ കഴിഞ്ഞ് ഇനി ആര് എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞ ഒരുവന് മുന്നിലാണ് ഒരു വാനരൻ വന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇവനെ കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തിലെത്തുന്നു. പിന്നെ അക്ഷകുമാരൻ മരിച്ചു പോകുന്നു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം അയച്ച് പിടിച്ച് ബന്ധിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിലുള്ള ആ ഒരു യുദ്ധരംഗത്തിന്റെ വർണ്ണന വായിക്കുമ്പോൾ നമുക്കറിയാം. അത് ശരിക്കും നമുക്ക് നേരിട്ട് കാണുന്നത് പോലെ. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം നേരിട്ട് കണ്ട ഗന്ധർവന്റെ അവതാരമാണ് എഴുത്തച്ഛൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
രാജ്യത്ത് അനൃതവചനവും അധർമ്മവും പിന്നെ നല്ലതല്ലാത്ത കർമ്മങ്ങളും ഒന്നും ഇല്ല എന്ന് പറയും. ആണോ? നമ്മളുടെ മൂല്യസങ്കല്പത്തിൽ അല്ല, അവരുടെ സങ്കല്പത്തിൽ അതാണ് രാക്ഷസ ധർമ്മം, രാക്ഷസ നീതി. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഇല്ല, എന്നിട്ടും നീ എന്തിനിവിടെ വന്നിങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ചോദിക്കുന്നത്. വളരെ ആദരവോടുകൂടിയാണ് ഈ ചോദിക്കുന്നത്. അപ്പോ ലങ്കയുടെ നീതിയിൽ ഒളിമറവുകളില്ല എന്നാണ് ഈ പറയുന്നത്. ഞങ്ങൾക്കൊരാളോട് മോഹം തോന്നിയാൽ അവരെ സ്വന്തമാക്കുകയാണ് ഞങ്ങളുടെ നീതി. ഈ ലോകത്തെ സർവ്വ ഐശ്വര്യങ്ങളും എൻ്റെ കാൽക്കീഴിലാക്കുകയാണ് എൻ്റെ നീതി, എൻ്റെ കുലത്തിന്റെ നീതി എന്ന് രാവണൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പ്രവർത്തിച്ചത്. അതിനപ്പുറം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ ശിക്ഷിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയാണ് ഹനുമാൻ, ഞാൻ സീതാന്വേഷണത്തിനെത്തിയതാണ്. എന്നെ പോലെ നൂറായിരം പേരെ പല ദുഃഖികളിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മരങ്ങളൊക്കെ ഞാൻ തകർത്തത് എൻ്റെ വാനര പ്രകൃതി കൊണ്ടാണ്. ഞാനൊരു കുരങ്ങനാണ്, ഇതല്ലാതെ ഞാൻ പിന്നെ എന്താ ചെയ്യാ? എൻ്റെ പ്രകൃതം ഇതാണ്. പിന്നെ രാക്ഷസനെ വധിച്ചല്ലോ. നമ്മുടെ എനിക്ക് ഈ ഒരു സന്ദർഭം കാണുമ്പോൾ നമ്മുടെ കിലുക്കത്തിൽ രേവതി പറയില്ലേ, ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രംഗം പോലെ എനിക്ക് പലപ്പോഴും അത് തോന്നാറുണ്ട്. പിന്നെ നിങ്ങളുടെ രാക്ഷസന്മാരെ കുറെ പേരെ കൊന്നില്ലേ, അത് അവരെന്നെ കൊല്ലാൻ വന്നോണ്ടാ? സ്വന്തം ജീവനി കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനതേ ചെയ്തുള്ളൂ എന്നാണ് ഇവിടെ ഹനുമാനും പറയുന്നത്. എന്നിട്ട് ഇത്രയും പ്രഹസ്തനോട് വളരെ കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് രാവണനോട് പറയുന്നുണ്ട്. അകതളിരിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അത് നിന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. നിന്റെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കുക, അത് അറിവുള്ളവർ നിനക്ക് പറഞ്ഞു തരേണ്ടതാണ്. അതിനാണ് ഞാനിവിടെ വന്നത്. നീ ഈ മോഹാബുദ്ധിയിൽ മഗ്നനായി പോകല്ലേ, ഈ ലൗകികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ, ഈ അഹങ്കാരത്തിലൊന്നും നീ ഇങ്ങനെ മുഴുകിപ്പോവല്ലേ എന്ന് വളരെ പക്വതയോടെ രാവണനോട് ഹനുമാൻ പറയുകയാണ്. ഓരോരുത്തരോടും സീതാദേവിയോട് സംസാരിച്ച വിധം, പ്രഹസ്തനോട് സംസാരിച്ച വിധം, രാവണനോട് സംസാരിച്ച വിധം, ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് പാത്രമറിഞ്ഞു കൊടുക്കാനുള്ള ആ സംസാരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവനെ കൊല്ലണം, ഇവനെ വെച്ചേക്കരുത് എന്ന് പറയുമ്പോൾ വിഭീഷണനാണ് കയറി വന്ന് പറയുന്നത്, ദൂതരെ കൊല്ലുന്നത് രാജാക്കന്മാരുടെ നീതിയല്ല, ഇവർക്ക് വാനരന്മാർക്ക് വാലിന്മേലാണ് ശൗര്യം. അതുകൊണ്ട് വാലിൽ തീ കൊളുത്തി ഒരടയാളം ഉണ്ടാക്കി ഇവനെ പറഞ്ഞേക്കുക. ഇവിടെ കൊന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ വന്നതും ഈ ചെയ്തതും നമ്മൾ അവനെ കൊന്നുകളഞ്ഞതും അവിടെ ഇവനെ അയച്ചവരെങ്ങനെ അറിയും? അതുകൊണ്ട് അറിയാൻ തക്കവണ്ണം ഒരു അടയാളം ഉണ്ടാക്കി പറഞ്ഞു വിടുക എന്ന് വിഭീഷണനാണ് നിർദ്ദേശിക്കുന്നത്. ആ സമയത്ത് ലങ്കാദഹന സമയത്ത് കെട്ടിടങ്ങൾക്കും എല്ലാം തീ കൊളുത്തി പോകുമ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ആ തീജ്വാലകൾ സ്വർഗത്തോളം ഉയരുന്ന അഹമഹമിഹയ, ഞാൻ മുമ്പേ എന്ന് ഇവിടെ നിശിചരാലയം വെന്ത് തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത അവിടെ എത്തിക്കാൻ വേണ്ടി ഞാൻ മുമ്പേ അഹമഹമിഹയ പാവകജ്വാലകൾ പൊങ്ങുന്ന ആ ഒരു കാഴ്ച എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഇവിടെ ഒരു സന്ദർഭം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ അഗ്നി ഹനുമാൻ പറയട്ടെ, ഈ